പിണറായി വിജയന്റെയും കെ.സി. വേണുഗോപാലിന്റെയും പ്രസ്താവനകൾ കേട്ടാൽ തോന്നുക ആരാണ് ഏറ്റവും മുന്തിയ ചതിയൻ എന്നറിയാനുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ്. അത് തുടങ്ങി വെച്ചത് പിണറായി വിജയൻ തന്നെയാണ്. അവരുടെ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. അതിന് അദ്ദേഹം വളരെ പിന്നോട്ട് പോയി. 1921 മലബാർ കലാപം നടന്ന കാലം. അതിലൊരു പ്രധാന നേതാവായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചതിയൻ പ്രയോഗത്തിന് തുടക്കം കുറിച്ചത്. ഈ കലാപത്തിന്റെ ഒരു കേന്ദ്രസ്ഥാനം മഞ്ചേരിയായിരുന്നു. എന്നാൽ നിലമ്പൂരിനും അതിലൊരു പങ്കുണ്ട്. എങ്കിൽ മാത്രമല്ലേ നിലമ്പൂരിനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. പിണറായി വിജയൻ പറയുന്നത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചതെന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു സുഹൃത്ത്, ഒരു ചതിയൻ ഉണ്ടായിരുന്നു. ആ ചതിയന്റെയും കൂടെ മണ്ണാണ് നിലമ്പൂർ എന്ന് പിണറായി വിജയൻ പറയുന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നത് മറ്റൊരു ചതിയന്റെ പ്രവൃത്തി കൊണ്ടാണ്. പേരൊന്നും പറയുന്നില്ല. പിണറായി വിജയൻ പേര് പറയണ്ടല്ലോ, നമുക്ക് കാര്യം മനസ്സിലാകുമല്ലോ. അദ്ദേഹം പറയുന്നത് നമ്മുടെ PV അൻവറിനെ കുറിച്ചാണ്. അൻവറിനെ കുറിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സ് എന്താ പറഞ്ഞത്? യൂദാസ് എന്നാ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്. ഇപ്പൊ പറയുന്നു ചതിയൻ, അതായത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിച്ച ചതിയനൊപ്പം നിൽക്കുന്ന മറ്റൊരു ചതിയൻ, വഞ്ചകൻ എന്നാണ് പിണറായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും പിണറായി വിജയൻ തന്നെ ഇത് ഓർപ്പിച്ചത് നന്നായി. അപ്പൊ കെ.സി. വേണുഗോപാൽ AICC-യുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ആളാണ്. മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞാൽ സംഘടനാ സംവിധാനത്തിൽ രണ്ടാമത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഏറ്റുപിടിച്ചു. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ ചതിയൻ പിണറായി വിജയനാണ്. അതിന് അദ്ദേഹം ഉപോത്ബലകമാക്കുന്നത് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്, ഒരു അഭിമുഖം. ആ അഭിമുഖം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് നടത്തിയത്. അത് സംഘടിപ്പിച്ചത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ അതോ ഏതോ PR ഏജൻസി ആണോ? PR ഏജൻസി ആണെന്നും അതിന്റെ ഒരാൾ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ കൂടെ വന്നിരുന്നെന്നും ഒക്കെ ഒന്ന് കഥകൾ കേട്ടിരുന്നതാണ്. ഏതായാലും ആ ഒരു അഭിമുഖം എടുത്തുയർത്തി കാട്ടിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാൽ വാര്യൻകുന്നത്ത് ഹാജിയെ ചുറ്റിപ്പറ്റിയുള്ള നരേഷന് മറുപടി പറയുന്നത്. പിണറായി വിജയൻ ചതിച്ചത് അല്ലെങ്കിൽ ഒറ്റുകൊടുത്തത് മലപ്പുറം ജില്ലയെ തന്നെയാണെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ വ്യാഖ്യാനം. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചു എന്നാണ് ഹിന്ദുവുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത് വളരെ വെടിപ്പായിട്ട് ഹിന്ദുവില് അച്ചടിച്ചു വരികയും ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഉന്നത RSS നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നു എന്ന ഒരു ചോദ്യം ഹിന്ദു റിപ്പോർട്ടിൽ നിന്നുണ്ടായി. അതിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കോട്ട്: ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് 123 കോടി രൂപയുടെ ഹവാല പണവും 150 കിലോ സ്വർണവുമാണ്. രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിലെത്തുന്നു. നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ്. അൺകോട്ട്. ഇതാണ് അദ്ദേഹം ഹിന്ദുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. പക്ഷെ ഇത് വലിയ ഒരു പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായി. മലപ്പുറം ജില്ലയിലെ ആളുകളൊക്കെ ക്രിമിനലുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് പല ന്യൂനപക്ഷ സമുദായ സംഘടനകളും ആരോപിച്ചു. അതായത് മുസ്ലിം സംഘടനകൾ, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പല വിഭാഗങ്ങളും പല സംഘടനകളും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന്റെ പത്രാധിപർക്ക് ഒരു കത്തെഴുതി, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, മലപ്പുറം ജില്ലയെ ഞാനങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, മറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹിന്ദു പത്രാധിപർക്ക് ഒരു കത്തെഴുതി. ഫലത്തിൽ അദ്ദേഹം ആ പ്രസ്താവനയെ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോ അത് കെ.സി. വേണുഗോപാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വൻതോതിൽ സ്വർണവും പണവും ഒക്കെ പിടിച്ചു എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ തന്നെ അപമാനിക്കുന്നതിന്, ചതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ
വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, അദ്ദേഹത്തെ ചതിച്ച ആളിനെ കുറിച്ചുള്ള പരാമർശം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ചത് അല്ലെങ്കിൽ പരാമർശിച്ചത് വർഗീയ വികാരം ജ്വലിപ്പിച്ച് വോട്ട് നേടാനുള്ള ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ശ്രമമാണ് എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഒരു പ്രസ്താവന നമ്മൾ കാണേണ്ടത്. അദ്ദേഹം പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം. അവരൊക്കെ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ വോട്ടുകളൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി M സ്വരാജിന് വേണം. ഇതുവരെ CPM എന്ത് നിലപാടാണ് എടുത്തിരുന്നത് SDPIയെ കുറിച്ച് അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച്? അവരൊക്കെ കൊടും വർഗീയവാദികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ വോട്ട് വേണം. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി വാര്യംകുന്നത്ത് ഹാജിയുടെ ഓർമ്മകൾ ഉയർത്തിക്കൊണ്ടുവരുന്നു, മറുഭാഗത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SDPIയുടെയും അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾക്ക് വേണ്ടി യാചന നടത്തുന്നു. അവർ മനുഷ്യരാണെന്നാണ് പറയുന്നത്. ഇവ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, വോട്ടെടുപ്പ് തീരുന്നത് വരെ SDPIയും ജമായത്തെ ഇസ്ലാമിയും ഒക്കെ സാധാരണ മനുഷ്യന്മാരാ. അത് കഴിഞ്ഞാൽ, വോട്ട് പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ അവരൊക്കെ വീണ്ടും വർഗീയവാദികളായി, കൊടും വർഗീയവാദികളായിട്ട് മാറും. KC വേണുഗോപാൽ പറയുന്ന രണ്ടാമത്തെ ചതിക്കഥ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട അതൊരു ചതിയായിരുന്നുവെന്ന് KC വേണു പറയുന്നുണ്ട്. തൃശൂർ പൂരം കലക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുവഴി BJP സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി അതിനെ തുടർന്ന് ജയിക്കുകയും ചെയ്തു. പൂരം കലക്കി എന്നുള്ളത് ശരിയാണ്. ആ പൂരം കലങ്ങിയത് BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറി എന്നുള്ളതും വസ്തുതയാണ്. ആ പൂരം കലക്കിയ രാത്രിയിൽ ഏറെ വൈകിയതിനു ശേഷം നമ്മുടെ സുരേഷ് ഗോപി, അന്നത്തെ BJP സ്ഥാനാർത്ഥി, ഒരു വിജയ ശ്രീലാളിതിനെ പോലെ ആംബുലൻസിൽ നഗരപ്രവേശനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാ. ഇത് വളരെ മനഃപൂർവ്വമായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി ആയിരുന്നു. പിണറായിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ADGP ചെയ്തതാണ് എന്നൊക്കെയാണ് പിന്നീട് ആരോപണം ഉണ്ടായത്. അതാണ് KC വേണുഗോപാല് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന്റെ ഒരു മൊഴി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് DGPയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോ പലവട്ടം ADGPയെ ബന്ധപ്പെട്ടെങ്കിലും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്ന് മന്ത്രി K രാജൻ, നമ്മുടെ റവന്യൂ മന്ത്രി, മൊഴി കൊടുത്തിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് അജിത് കുമാർ പറയുന്നത്, അന്ന് ADGP ആയിരുന്ന, ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന അജിത് കുമാർ പറയുന്നത്, ഞാനങ്ങ് ഉറങ്ങിപ്പോയി, മന്ത്രിയുടെ ടെലിഫോണുകൾ എനിക്ക് ലഭിച്ചില്ല, ഞാൻ ഉറങ്ങി. ശരിയാ, അദ്ദേഹം ഉറങ്ങിപ്പോയി. പക്ഷെ ഈ ഉറങ്ങിപ്പോയ സമയത്താണ് പൂരം നന്നായിട്ട് നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്ന നമ്മുടെ ADGP ഉറങ്ങിയ സമയത്താണ് അത് കലക്കിയത്. ഇതൊന്ന് വളരെ വ്യക്തമാണ്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ചില സൂചനകൾ നമുക്ക് ഈ മൊഴികളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പിണറായി വിജയനെതിരായിട്ടുള്ള KC വേണുഗോപാലിന്റെ ഈ ആരോപണത്തിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് നമ്മുടെ പിണറായി വിജയൻ എന്നാണ്. നേമത്ത് O രാജഗോപാൽ ജയിച്ചല്ലോ ഒരു തെരഞ്ഞെടുപ്പില്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പില്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവിടെ BJPക്ക് ജയിക്കാൻ സാധിച്ചില്ല. അവിടെ CPM-ന്റെ ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു. ആ ശിവൻകുട്ടിയുടെ ജയത്തെക്കുറിച്ചാണ് നമ്മുടെ മരുമകൻ മന്ത്രി പറയുന്നത്, BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച മഹാനായ നേതാവാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന്. അതുപോലെ അദ്ദേഹം വേണുഗോപാലിനെതിരായിട്ട് അമ്പയിക്കുന്നുണ്ട്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. അത് രാജിവെച്ചിട്ട് അധികാരത്തിന്റെ പങ്ക് പിടിക്കാനാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വണ്ടി കയറിയത് എന്നാണ്. അതായത് രാജസ്ഥാനിലുള്ള രാജ്യസഭാ സീറ്റ് BJPക്ക് ജയിക്കാൻ പാകത്തിൽ അത് ഉപേക്ഷിച്ച ആളാണ്. അത്തരത്തിലുള്ളൊരു ചതി ജനാധിപത്യത്തോട് ചെയ്ത ആളാണ് KC വേണുഗോപാൽ എന്നും അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഒരു ആക്ഷേപം അല്ലെങ്കിൽ ചതിയൻ എന്നൊരു ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആദ്യം വരേണ്ടത് മരുമകൻ തന്നെയാണല്ലോ. മരുമോനിസത്തിനും പിണറായിസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ നിന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം രംഗത്ത് വന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ പിണറായി വിജയനെതിരായിട്ട് വിമർശനം ഉന്നയിച്ചതിനൊപ്പം വേണുഗോപാൽ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ NH 66 കുറിച്ച്, ദേശീയപാത
ആ ദേശീയപാത LDF-ന്റെ അക്കൗണ്ടിൽ നമ്മുടെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും ചേർന്ന് കണക്കാക്കി വെച്ചിരുന്നതാ. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ധാരാളം നടത്തിയിരുന്നതാണ്. അതിനുശേഷമാണ് അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്. അതിൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടായത് കൂരിയാട്, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്താണ്. ഈ നിലമ്പൂരിനടുത്ത്, അത് അത്ര വലിയ ദൂരമൊന്നുമില്ല. പിണറായി വിജയൻ ജില്ലയിൽ വന്നിട്ടും, മലപ്പുറം ജില്ലയിൽ വന്നിട്ടും എന്തുകൊണ്ട് കൂരിയാട് വരെ പോയിട്ട് അവിടെ റോഡിന് സംഭവിച്ച കേടുപാടുകളൊന്നും കണ്ടില്ല, നോക്കിയില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അദ്ദേഹം PSCയുടെ ചെയർമാൻ എന്ന നിലയിൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഈ റോഡിന്റെ വീഴ്ചകൾ പരിശോധിച്ച ഒരാളാ KC വേണുഗോപാൽ. എന്നിട്ടും ഇതിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല, കൂരിയാട് വരെ പോയില്ല എന്നാണ് വേണു ചോദിക്കുന്നത്. സംഗതി ശരിയല്ലേ? അപ്പൊ അത് സ്വാഭാവികമായിട്ടും റിയാസ് മോൻ കൊള്ളും. ഏത് NH-66 പറ്റി പറയുന്നത്. കാരണം എന്തുമാത്രം റീൽ എടുത്തതാ, അതൊക്കെ നാട്ടുകാരെ കാണിച്ചതല്ലേ. എത്ര ലക്ഷങ്ങൾ മുടക്കി റീലുകൾ എടുത്തതാ. അതെല്ലാം കുളമായി പോയില്ലേ, റോഡിലെ കുഴിയിലങ്ങ് വീണില്ലാതായി പോയില്ലേ. ആ ഒരു ദേഷ്യം കാണും സ്വാഭാവികമായിട്ടും. പിന്നെ മറ്റൊരു കാര്യം, UDF-ന്റെ കൺവെൻഷനിൽ എന്തുകൊണ്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പങ്കെടുത്തില്ല? മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗിന് വളരെ ശക്തമായ ഒരു മണ്ഡലമാണെന്നിരിക്കെ അവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉണ്ടാവേണ്ടതല്ലേ? ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്, ജില്ലാ പ്രസിഡന്റും അവിടെ നിന്ന് തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മക്കയിലാണ്, ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അതേസമയം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൃശ്ശൂരില് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് വന്നു. അതായത് സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തോ ഒരു ചടങ്ങ് തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വരെ പോയി, തിരിച്ചെത്താൻ വൈകിപ്പോയി. അതുകൊണ്ടാണ് കൺവെൻഷന് വരാതിരുന്നത് എന്നാണ് UDF-ഉം ലീഗും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ പണി എന്ത് കിട്ടാനാണ് എന്നാണ് LDF ചോദിക്കുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ചതിയിൽപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ BJP സ്ഥാനാർത്ഥിയാണ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. നിലമ്പൂരിലെ കാര്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊന്നും വേണ്ട എന്നാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് പുറത്തുനിന്നുള്ള പ്രവർത്തകരൊന്നും അങ്ങോട്ട് പോകണ്ട, അവിടെ തമ്പടിച്ചു കിടന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കൊന്നും വേണ്ട, അതോടൊപ്പം തന്നെ കാര്യമായ ഫണ്ടും കൊടുക്കണ്ട, വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഉള്ള കാശുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കോണം. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കളാരും വരില്ല, അതിനുള്ള പ്രാധാന്യമൊന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനില്ല. ഇവിടെ മത്സരിക്കുക വേണ്ടെന്നാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നത്. എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്? നിലമ്പൂരെ തെരഞ്ഞെടുപ്പിൽ നമുക്കെന്താ കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞതാ. പക്ഷെ പാർട്ടിയുടെ കോർ കമ്മിറ്റി കൂടിയപ്പോൾ കുമ്മനം രാജശേഖരനും പറ്റി പറഞ്ഞു, പോരാ, നമ്മുടെ സ്ഥാനാർത്ഥി മത്സരിക്കുക തന്നെ വേണം. അതാണ് അതിന്റെ രാഷ്ട്രീയമായ ശരി. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റും കുമ്മനം രാജശേഖരനും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ തന്നെ കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പണം ഇറക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനായ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തിന് അറിയാം ഒരു നിർണായക ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പോലും ഇല്ല എന്ന് വന്നാൽ പിന്നെ ആ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ, ജനങ്ങളോട് എന്ത് പറയും എന്നൊരു ചോദ്യം ഉണ്ടെന്ന് കുമ്മനത്തിന് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞത്. BDJS-നോട് മത്സരിക്കാൻ പറഞ്ഞു. BJP-ക്ക് വേണ്ടാത്തൊരു സാധനം അത് നിങ്ങളെടുത്ത് തലയിൽ വെച്ചോ, ചുമലിൽ വെച്ചോ എന്ന് അവരോടൊന്ന് പറഞ്ഞു നോക്കി. പക്ഷെ അവരെടുത്തില്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടല്ലോ. അവർ പറഞ്ഞു, വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് മത്സരിച്ചു, ഞങ്ങളില്ല. അങ്ങനെയാണ് അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. അപ്പൊ സ്ഥാനാർത്ഥി എവിടെ? പിന്നെ അവസാനം ഓടിപ്പാഞ്ഞ് നടന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. BJP-കാരനൊന്നും അല്ല, പഴയ കേരള പ്രസ്ഥാനാണ്. കേരള കോൺഗ്രസ് BA-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. KEC-യിലും യൂത്ത് ഫ്രണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, വരച്ച വരയിൽ നിർത്തി അദ്ദേഹത്തിന് സമ്മതം വാങ്ങിക്കുന്നു. ഉടനെ തന്നെ ഒരു മെമ്പർഷിപ്പ് കയറി കൊടുക്കുന്നു, മെമ്പറാക്കുന്നു, സ്ഥാനാർത്ഥിയാക്കുന്നു. അതാ നടന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തിനാ നമ്മുടെ കാശും നമ്മുടെ ആളുകളുടെ പ്രയത്നവും പ്രവർത്തനവും ഒക്കെ പാഴാക്കുന്നത്? അതാണ് ഇപ്പൊ BJP തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ 2 മന്ത്രിമാരുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാര്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവര് വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ, അവിടെ പോയി ഒക്കെ നിൽക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ഒന്ന് ചെയ്തോട്ടെ. അതല്ലാതെ വേറെ ആരും പോകേണ്ട കാര്യമില്ല. പിന്നെ 4-5 പേരെ അവിടെ താമസിച്ച് പ്രവർത്തനത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ M. അബ്ദുൾ സലാം, ഷോൺ ജോർജ്, ജിജി ജോസഫ്, നോബിൾ മാത്യു,
സുമിത് ജോർജ് തുടങ്ങിയ ആളുകൾ. ഇവർക്കായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ BJP പ്രവർത്തനത്തിന്റെ ചുമതല. ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമായിട്ട് മാതൃഭൂമിയിൽ വന്ന കാര്യങ്ങളായി പറയുന്നത്, അല്ലാതെ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തൊന്നുമല്ല. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവിടുത്തെ മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രൈസ്തവരുടെ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വേണ്ടി പിടിക്കും. ആ വോട്ടെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മോഹൻ ജോർജ് ജയിക്കും. അതുകൊണ്ട് പിന്നെന്തിനാ മറ്റു നേതാക്കന്മാർ പോകുന്നത്? ഈ ബാക്കി BJP ഒറിജിനൽ വോട്ട് അതെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഏതാണ്ട് കരാറായി കഴിഞ്ഞു ആ വോട്ടൊക്കെ ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ. നമുക്കിപ്പോ ഈ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിലേ നമ്മുടെ ഒറിജിനൽ വോട്ടുകൾ എന്തിനാണ് വെറുതെ പാഴാക്കുന്നത്? അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി കൊടുക്കാമല്ലോ. അതല്ലയോ ഒരു ലാഭക്കച്ചവടം. അങ്ങനെയാണ് BJP ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാലും എൻ്റെ മോഹൻ അച്ചായൻ എങ്ങനെയാണ് ഈ BJP-ക്കാരുടെ ചതിക്കുഴിയിൽ വീണുപോയത്? പ്രത്യേകിച്ച് ഒരു മർത്തോമാക്കാരൻ അച്ചായൻ. അവരാരും ഈ രാഷ്ട്രീയ പ്രലോഭനങ്ങളിലും അങ്ങനെ വീഴുന്ന ആളുകളല്ല. പെട്ടെന്നൊരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് വന്ന ചാടി പിടിക്കത്തക്ക മണ്ഡലത്തിലൊന്നും മർത്തോമാച്ചായന്മാരെ കാണിക്കാറില്ല. പിന്നെ എന്ത് സംഭവിച്ചു ഇത്? നമ്മൾ ഈ നാമമാത്ര ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയത്തില്ലേ, പള്ളി പോകാത്ത, പ്രാർത്ഥിക്കാത്ത, കുർബാന കൈക്കൊള്ളാത്ത, കുമ്പസാരിക്കാത്ത കുറെ ആളുകളുണ്ട് ഈ സഭയില്. അവരെയൊന്നും നമ്മുടെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടിയിട്ടില്ല. ചുമ്മാ ക്രിസ്ത്യാനികളാ, പേരിന് മാത്രമുള്ള നാമമാത്ര ക്രിസ്ത്യാനികൾ. അത്തരത്തിലൊരു നാമമാത്ര സ്ഥാനാർത്ഥിയാവാൻ അച്ചായന് എന്ത് പറ്റി? ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷെ ഒരു ചെറിയ കാര്യം, വലിയ പരിജ്ഞാനമുള്ള കാര്യമല്ലെങ്കിലും അത്യാവശ്യമുള്ള അറിവ് വെച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നവറ്റ കരുതിയിട്ട് കയ്യിലിരിക്കുന്ന കാശെടുത്ത് വീശിയേക്കരുത്. അവന്മാര് കാശ് തരാൻ പോകുന്നില്ല, ഇങ്ങോട്ട് ഫണ്ട് കൊടുക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യമായ നേതാക്കളെ ഒന്നും പ്രവർത്തനത്തിന് വിടുകയും വേണ്ട. നിലമ്പൂരിലുള്ളവരെ കൊണ്ടൊക്കെ അതങ്ങ് നിർവഹിച്ചാൽ മതി എന്നാ തീരുമാനം. അപ്പോ കയ്യിലിരിക്കുന്ന തൊട്ടെടുത്ത് വെറുതെ പാഴാക്കരുത്, അതേ പറയാനുള്ളൂ. നമ്മുടെ അൻവർ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് യാതൊരു കുറവില്ല കേട്ടോ. അദ്ദേഹം ഒരു പുതിയ മുന്നണി ഉണ്ടാക്കാൻ പോവുക. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ മുന്നണി, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. ആം ആദ്മി പാർട്ടിയൊക്കെ അതിലുണ്ടെന്നാണ് ഇന്നലെ കേട്ടിരുന്നത്. രാവിലെ പത്രക്കടലാസ് നോക്കുമ്പം അതിനകത്തൊന്നും ആം ആദ്മി പാർട്ടിയെ കാണാനില്ല. ഇത് മൂന്നാം മുന്നണിയാണെന്ന് പറയുന്നു. അപ്പൊ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് മുന്നണികളോ? UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പൊ എങ്ങനെ പുതിയൊരു മൂന്നാം മുന്നണി? നാലാം മുന്നണി എന്ന് മനസ്സിൽ ചിന്തിച്ചത് അങ്ങ് തെറ്റിപ്പോയതായിരിക്കും. നാലാം മുന്നണി എന്ന് വെച്ചോളൂ. പേരാണ് വിശേഷം, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. അപ്പൊ ഇത് ഭരണകക്ഷിയാകുമ്പോ ഈ പേര് മാറ്റേണ്ടി വരുമല്ലോ. അന്നേരം പിന്നെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ആ തെറ്റൊന്ന് തിരുത്തി, അതായത് നമ്മൾ നാളെ അധികാരത്തിലെത്തുമ്പോൾ ഉപയോഗിക്കത്തക്ക പാകത്തിൽ ഒരു നല്ല പേരിടുന്നതായിരിക്കും ഭേദമെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നണി, പുതിയ മുന്നണി, ആം ആദ്മി പാർട്ടി അടക്കമുള്ള മുന്നണി വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പോവുക. ഒറ്റ സംശയമേ ഉള്ളൂ, ആരായിരിക്കും മുന്നണി നയിക്കുക? രണ്ടും വലിയ പ്രധാനപ്പെട്ട ശക്തികളാണ്, ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും. അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കീഴിൽ ആം ആദ്മി പാർട്ടി നിൽക്കുമോ, അതോ ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുമോ? ഇതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം. എന്താണേലും മുന്നണി വരും, അതൊരു വലിയ സംഭവമാവുകയും ചെയ്യും. അതുപോലെ വേറെയും ഭീഷണിയുണ്ട്. മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള പല പല കാര്യങ്ങൾ കയ്യിലിരിക്കുക. ദൃശ്യങ്ങള്, വിഷ്വൽസ്, തെളിവുകൾ, ഇതെല്ലാം കയ്യിലിരിക്കുക. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് റിയാസ് വൻതോതിൽ പണം പിരിച്ചെന്നും അതിനുവേണ്ടി കരാറുകാരുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അതൊക്കെ തന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അൻവർ. അക്കൂട്ടത്തിൽ VD സതീശന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒക്കെ പേര് പറയുന്നുണ്ട്. ഇനി എന്നെ അപമാനിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ ഇതെല്ലാം കൂടെ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു ടെലിവിഷനിൽ ഇട്ട് നാട്ടുകാരെ കാണിക്കും എന്നാണ് പറയുന്നത്. എന്തിനാണ് അൻവർ സാഹിബ് ഈ നിലമ്പൂരിൽ മാത്രം കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലില് നമ്മൾ പറഞ്ഞ ഇതൊക്കെ കൊടുക്കുന്ന ചാനലുകളുണ്ടല്ലോ, അതിലൊരെണ്ണത്തിൽ ഇതങ്ങിട്ട് കേരളം മുഴുവൻ കണ്ടോട്ടെന്നേ, അതല്ലേ നല്ലത്. പക്ഷേ ഇതൊന്നും വെറും സിമ്പിൾ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. ഇക്കാര്യത്തിൽ അഗ്രഗണ്യനാണ് നമ്മുടെ അൻവർ സാഹിബ്. മലപ്പുറത്ത് SP ആയിരുന്ന സുജിത്ദാസിന്റെ കഥയറിയാമല്ലോ. ആ പാവത്താൻ അൻവറിനെ ഒന്ന് വിളിച്ചതാ സംസാരിക്കാൻ ഫോണിലേ. അത് നാട്ടുകാർ മുഴുവൻ പിന്നീട് കേട്ട കഥ ആര്യാടൻ ഷൗക്കത്തും VD സതീശനും മുഹമ്മദ് റിയാസും ഒന്നും മറക്കണ്ട.